വ്യാഖ്യാനം സ്വാമി വെങ്കടേശാനന്ദ. വിവർത്തനം സുകുമാർ. പണ്ടുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ദേഹം വിസ്മയകരമായ ഒരു തെങ്ങിനെ ഫലമായി ബാധമായതാണ്. അത് ഉണ്മയാണെന്ന പോലെ നിലകൊള്ളുന്നു. അത്രമാത്രം. എങ്കിലും അത് വിഷാദത്തിനു കാരണമാകുന്ന വിഭിന്നമാണെന്നും ഞാൻ അനന്താവബോധത്തിന്റെ വെറും പ്രതിഫലനം അഥവാ ഈ ദേഹം സത്താണെന്നു വരികിലും ഞാൻ അതിൽ നിന്നും മാത്രമാണെന്നുമുള്ള സത്യമറിഞ്ഞവന് സന്താപങ്ങളില്ല. അതുകൊണ്ട് അവ ദാർഢ്യമായ ഒന്നിന്റെ മേൽ തന്റെ ആശയും പ്രതീക്ഷയും ഉദ്ഗതിയുമെല്ലാം സമർപ്പിച്ചു കാത്തിരിക്കുന്നത് നാം സ്വയം തീർത്ത ബന്ധനം തന്നെയാണ്. എം. അല്ലയോ രാമ, ഈ ലോകത്ത് വ്യതപ്രതീക്ഷകൾ വെച്ചുപുലർത്ത തണ്ഡവ ജീവിതം നയിച്ചാലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും തള്ളുകയും വേണം. അഭികാമ്യം അനഭികാമ്യം എന്നിങ്ങനെ ഇഷ്ടാനിക വിവേചനം ചെയ്യാതെ വെറുമൊരു ലീലയായി ഈ ലോകത്ത് ജീവിക്ക എല്ലായിടവും സത്തായി നിലകൊള്ളുന്നത് അനന്താവബോധം മാത്രമാണെന്ന് നിനക്കറിയാമല്ലോ. കാണപ്പെടുന്നത് വെറും നിഴൽക്കാഴ്ച മാത്രമാണ്. ഈ സത്യം ഒരുണർവായി അറിവാകുമ്പോൾ സത്യസാക്ഷാത്കാരമായി. ഒന്നുകിൽ ഞാനില്ല, ഈ അനുഭവങ്ങൾ ഒന്നും എന്റേതല്ല എന്നോ അല്ലെങ്കിൽ ഞാനാണെല്ലാം എന്നോ അറിഞ്ഞുണർന്നാൽ പ്രത്യക്ഷലോകത്തിന്റെ ആകർഷണങ്ങളിൽ നിന്നും നിനക്ക് മുക്തിയായി. ഈ രണ്ട് ഭാവങ്ങളും ഉത്തമം തന്നെ. നിനക്കിതിൽ ഇഷ്ടമുള്ളത് സ്വീകരിക്കാം.